സുന്നിയാണ്, മുജാഹിദാണ്, ജമാഅത്താണ്, ഖാദിയാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കല്യാണമൊക്കെ കുറെ ആൾക്കാർ മുടങ്ങിയും കേട്ടിട്ടുണ്ട്. CPM ആണ്, കോൺഗ്രസ് ആണ്, ലീഗാണ്, BJP ആണ്, RSS ആണെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം മുടങ്ങുന്നത് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എന്റെ കുട്ടിനെ ഞാൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലീഗോ കോൺഗ്രസോ മാർക്സിസ്റ്റോ BJPയോ SDPയോ ഒന്നും നോക്കൂല. എന്റെ മോളെ ഭദ്രമായിട്ട് നോക്കാൻ കഴിയുന്ന അതിനുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നാളെ തന്നെ കൂലിപ്പണിക്ക് ഇറക്കാത്ത രീതിയിലുള്ള അത്യാവശ്യം ചുറ്റുപാടൊക്കെ എല്ലാ ഫാമിലിക്ക് ഞാൻ കൊടുക്കാൻ കരുതിയിട്ടുള്ളൂ. കാരണം നമ്മൾ അങ്ങനത്തെ ഫാമിലിയിൽ പെട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുന്നുള്ളൂ. പൊന്നാര ചങ്കളെ, അസ്സലാമു അലൈക്കും. സുബൈർ വപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സുഖ സന്തോഷത്തിന് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പെൺകുട്ടികളെ കിട്ടാത്തൊരു കാലഘട്ടത്തിലാണല്ലോ അല്ലെ എല്ലാവരും പോകുന്നത്. ഒരു രസകരമായ ഒരു കഥ ഉണ്ടായിട്ടോ. നമ്മളുടെ സുഹൃത്തിന്റെ കഥയാണ്. രാഷ്ട്രീയം നോക്കിയിട്ട് പെണ്ണ് കൊടുക്കുന്ന കാലത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് സുന്നി, മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ നടന്നിരുന്നു. പിന്നെ മുസ്ലിങ്ങളിലാണ് പിന്നെ ജാതി ഇല്ല മതമല്ല എന്നൊക്കെ പറയണത്. ഏത് ജാതീയതല്ല എന്ന് പറയുന്നത് മുസ്ലിംസിലാണ്. പക്ഷെ മുസ്ലിംസിൽ ഭയങ്കര ജാതീയതയാണ്. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി, തബ്ലീഗ്, പിന്നെന്താ വേറെ എന്തൊക്കെയുണ്ട്, ജിന്നു മുജാഹിദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുടുംബത്തിൽ തന്നെ സുന്നി ഉണ്ടാവും, മുജാഹിദ് ഉണ്ടാവും, ജമാഅത്ത് ഉണ്ടാവും, ഖാദിയാനി ഉണ്ടാവും. ഇവർ തമ്മിൽ തന്നെ ഐക്യണ്ടാവില്ല. അതാണ് എന്ത് മുസ്ലിങ്ങളിലെ ജാതീയത എന്ന് പറയുന്നത്. എന്റെ കുട്ടിയെ ഏത് BJP കാരനെ കൊണ്ടും കെട്ടിച്ചും പിന്നെ ലീഗുകാരനെ കൊണ്ടും കെട്ടിക്കും. അതിന് ആരെയാ വേണ്ടത്? എന്റെ ഒരു കുട്ടിനെ ഒരൊറ്റയിൽ കെട്ടിക്കുള്ളൂ ഞാനും. അതിന് CPM ആണോ, കോൺഗ്രസ് ആണോ, ലീഗാണോ, SDPI ആണോ, ഇനി അതിന്റെ അപ്പുറമുള്ള ഏതെങ്കിലും ആളാണോ എന്ന് എനിക്ക് വിഷയമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരൊറ്റ കണ്ടീഷനാണ്, എന്റെ മോളെ ഇവന് ഭദ്രമായിട്ട് നോക്കാൻ കഴിയുമോ, ഇവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കും. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവന് കെട്ടിക്കുമ്പോൾ ഇവന്റെ ഫാമിലി എങ്ങനെയാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ ആയിട്ട് ഒരു സാമ്പത്തികം നോക്കുന്നില്ല. സാമ്പത്തികം നമുക്ക് വിഷയമല്ല. സാമ്പത്തികം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. സാമ്പത്തികം ഞാൻ നോക്കുന്നില്ല. പക്ഷെ മോള് പഠിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. എന്റെ ഒരു ചിന്ത അത്രേ ഉള്ളൂ. അതിന് PDP കാരനോ, ഇനി ഞാൻ ഏറ്റവും എതിർക്കുന്ന CPM മാരാ. എനിക്ക് ഏറ്റവും വെറുപ്പും CPM മാരോടാ. പക്ഷെ ആ CPM ഫാമിലിയിൽ നിന്ന് വന്നാൽ പോലും ഞാൻ കെട്ടിച്ചു കൊടുക്കും. അതെന്താ, എന്റെ കുട്ടിനെ ഇവൻ നോക്കുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയാം. നോക്കാറിഞ്ഞാല് അവരെ കണ്ണീര് കുടിപ്പിക്കാതെ, പട്ടിണി കടത്താതെ, ഒരു തൊഴിലുറപ്പിനോ മറ്റോ പറഞ്ഞേക്കാതെ, തൊഴിലുറപ്പ് ജോലി മോശമാണെന്നല്ലോ പറയണത്. അങ്ങനെ നമ്മൾ ആഗ്രഹം ഉണ്ടാവല്ലോ, ഒരു പിതാവിന് ഏറ്റവും അവരുടെ മക്കള് സേഫ്റ്റി ആയിട്ട് നിൽക്കണം, ഭദ്രമായിട്ട് നിൽക്കണം, മറ്റുള്ള ജോലിക്കും കൂലിപ്പണിക്കൊന്നും പറഞ്ഞേക്കാതെ കൂലിപ്പണി എടുത്ത് കൊണ്ടുവരുന്ന ഒരു ഹസ്ബൻഡിനെയാണല്ലോ നമ്മള് അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് കൊടുക്കുള്ളൂ അല്ലെ, ഒരു പുതിയ പള്ളി നമ്മൾ അന്വേഷിക്കുള്ളൂ. നിങ്ങളെ കുട്ടിനെ ഭദ്രമായിട്ട് നോക്കാന് അവനിപ്പോ എന്റെ അളിയനാണെന്ന് വെച്ചോളി, എന്റെ അളിയനെ പെണ്ണുകാരുണ്ടെന്ന് വെച്ചോളി. അപ്പൊ എന്റെ അളിയന് ഒരു പെണ്ണുകാരുണ്ടെങ്കിൽ എന്റെ അളിയന് ബാക്ക്ഗ്രൗണ്ട്, അവന്റെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുക. അവന് എന്താണ് ജോലി നോക്കുക, അവന്റെ വീട്ടു സിറ്റുവേഷൻ എന്താ നോക്കുക, അവന് പിന്നെ എന്തെങ്കിലും വരുമാനം ഉണ്ടോ നോക്കുക. നിങ്ങളെ മകളെ കെട്ടിക്കുമ്പോ ഈ മകള് പട്ടിണി കടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും വരുമാനം ഇവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇവനുണ്ടോ, ഇതൊക്കെ നോക്കേണ്ടത് ബാധ്യത ആർക്കുണ്ട്? രക്ഷിതാവ് എന്ന നിലക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊണ്ട് എനിക്കും ഉണ്ട് ഇല്ലേ. അത് മാത്രമേ നോക്കേണ്ടിയുള്ളൂ. രാഷ്ട്രീയം എന്നുള്ളത് ഈ ഭൂമിയിൽ നിലനിൽപ്പിനും അവനവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നോക്കിയിട്ട് കുട്ടികളെ കൊടുക്കുന്ന ഈ ചില ദുഷിച്ച മണ്ടന്മാരായ ഭൂലോക മണ്ടത്തരത്തിലുള്ള കുറെ കൗമുണ്ട്, മുസ്ലിം കൗമുകള്. നിങ്ങളൊക്കെ എന്താ പറയാ അന്ധകാരത്തിലാ ജീവിക്കണത്, മനസ്സിലാവുണ്ടോ? അപ്പൊ എനിക്ക് എന്റെ മോളെ കെട്ടിച്ചാനായിട്ടുണ്ട്. 18 വയസ്സാനായി. 18 വയസ്സിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. ഞാനിപ്പോ BJP അനുഭാവിയായി നിൽക്കുന്ന ആളാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, BJPയിലെ കാര്യപ്പെട്ട ഒരു സ്ഥാനത്തോ അല്ലെങ്കിൽ BJPയിലെ ഒരു മെമ്പറായിട്ടോ അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹിയായിട്ടോ അല്ലെങ്കിൽ ഒന്നിനുമില്ല. ഞാൻ ഇതുവരെ ഒരു കമ്മിറ്റി മീറ്റിംഗിൽ പോലും, ഞാൻ BJPന്റെ മീറ്റിംഗിൽ പോലും പങ്കെടുത്തിട്ടില്ല. BJP നല്ലത് ചെയ്യുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. BJPക്കാര് ചരിത്രകാരൻ പോലെ പൊങ്കാലിട്ട് പൊടലുണ്ട്. എന്റെ ആദർശം അത്രേ ഉള്ളൂ, മനസ്സിലാവുണ്ടോ? BJP പ്രവർത്തനങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ മുത്തലാഖ് പോലുള്ള നല്ല നല്ല കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തപ്പോൾ അതിനൊക്കെ 100% അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് ഞാൻ. കാരണം അതൊക്കെ മുഴുവനും മുത്തലാഖ് നിയമങ്ങൾ കൊണ്ടുവന്ന് മുഴുവനും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. അതൊരു RSSകാർക്ക് വേണ്ടിയിട്ടോ ഒരു ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടോ ഒരു ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടോ മോദിജി കൊണ്ടുവന്നല്ല. അങ്ങനത്തെ നല്ല നല്ല വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ കുറെ ആൾക്കാർക്ക് ഓൻ കട്ട BJP ആണ്, ഓൻ ഭയങ്കര സംഖ്യയാണ് എന്നൊക്കെ ചിന്താഗതിയിലുള്ള ആൾക്കാരുണ്ട്. അത് രാഷ്ട്രീയം പറഞ്ഞാൽ അവനവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്കറിയാലോ, K. കരുണാകരൻ വരെ കോൺഗ്രസിന്റെ വർഷങ്ങളോളം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ വരെ ഒരു സമയത്ത് ആ പാർട്ടി വിട്ട് സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിലൂടെ വർഷങ്ങളോളം
ജീവിച്ചൊരു മനുഷ്യനാണ്. പിന്നീട് തിരിച്ച് കോൺഗ്രസിലേക്ക് വന്ന് കോൺഗ്രസിനായിട്ട് മരിച്ചത്. രാഷ്ട്രീയം പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കാം. അവസാനം 75 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളെ കെ കരുണാകരൻ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുന്നത്. അതുപോലെ പലരും ഇപ്പൊ എത്ര ആൾക്കാരെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. കോൺഗ്രസിന്റെ തറവാട്ടില് സ്വന്തം അച്ഛൻ കോൺഗ്രസ്സുകാരനാണ്, മുഖ്യമന്ത്രിയാണ്, സ്വന്തം ബ്രദർ കോൺഗ്രസ്സുകാരനായിട്ട് പോലും പത്മജ വേണുഗോപാൽ ഇന്ന് എവിടെയാണ്? നിങ്ങൾ പറ. BJP പാളയത്തിലാണ്. AK ആന്റണിയുടെ മകൻ ഇന്ന് എവിടെയാ? BJP പാളയത്തിലാണ്. അതുപോലെ നിങ്ങൾക്ക് എത്ര ആൾക്കാർ പറഞ്ഞു PC ജോർജിന്റെ മക്കൾ എവിടെയെന്ന്? BJP പാളയത്തിലാണ്. എന്നാൽ ഈ PC ജോർജ് മക്കളും നാളെ തിരിച്ച് കോൺഗ്രസ്ക്ക് വരില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? വരില്ല എന്ന് പറയാൻ പറ്റില്ല, വരും. പത്മജ വേണുഗോപാൽ തിരിച്ച് എനിക്ക് തെറ്റുപറ്റി എന്നെ കോൺഗ്രസ്സുകാരെ അതിനെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ നാളെ വരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിന് അത്ര ആയുസുള്ളൂ. ഇത് നോക്കിയിട്ട് പെൺകുട്ടികളെ കൊടുക്കാനോ കെട്ടിച്ചാനോ അങ്ങനെ ചിന്താഗതിയിലെ ആൾക്കാർ അത് എന്താ പറയാ, വിവരക്കേടിന്റെ അവസാന വാക്കുന്നാണ് അതിന് ഞാൻ പറയാം. അവന്റെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ ചാടിപ്പോയി. അവന്റെ വാപ്പാക്ക് 2 പെണ്ണുങ്ങളേനി, അവന്റെ വല്യാപ്പാക്ക് 4 പെണ്ണുങ്ങളേനി. ഇത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അവന്റെ വല്യാപ്പാക്ക് 4 പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആ 4 പെണ്ണുങ്ങൾ വല്യാപ്പ നോക്കിണ്ടാവില്ലേ? നിങ്ങൾ വില കൊടുക്കണോ? അന്തം പറഞ്ഞ സാധനം ഇല്ലല്ലോ നിങ്ങൾക്ക് ആർക്കും. ഉണ്ടോ? അതേമാതിരി ഇപ്പൊ ഞാൻ എന്റെ അഞ്ജനാണെന്ന് കൂട്ടിക്കോളി. അഞ്ജനാണെന്നുണ്ടെങ്കിൽ അവന്റെ ജ്യേഷ്ഠൻ BJP കാരനാണ്. ജ്യേഷ്ഠൻ BJP കാരനാണ്. അതിനെന്താ നിങ്ങൾക്ക് ചെയ്തോ? ചിലപ്പോ ഈ അഞ്ജന് പിന്നെ CPM കാരം അല്ലെങ്കിൽ കോൺഗ്രസ് ആകാരം. എന്റെ വീട്ടിൽ തന്നെ, എന്റെ വീട്ടിൽ എന്റെ അഞ്ചന്മാര് കോൺഗ്രസ്സുകാരുണ്ട്, CPM-മാരുണ്ട്. അപ്പൊ ഞാൻ BJP അനുഭാവിയായിട്ട് നിൽക്കുന്ന ലീഗാറുണ്ട്. എന്റെ അമ്മ പക്ക ലീഗാ. എന്റെ ഫാദറാണ് കോൺഗ്രസ്സുമാണ്. ഓര് ജീവിക്കണില്ലേ ലീഗും കോൺഗ്രസ്സുമായിട്ട്? അതേപോലെ എത്ര ആൾക്കാരുണ്ട് CPM-ന് ഒരു വീട്ടിൽ നിന്ന് ഒരാള് CPM-നും വോട്ട് കൊടുക്കും, ഒരാള് കോൺഗ്രസിനും വോട്ട് കൊടുക്കും. അങ്ങനെയുണ്ട് എത്ര. അതൊക്കെ ഒരു വീട്ടിൽ ഒപ്പം കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ വരെ 2 പാർട്ടിക്ക് വോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ നാട്ടിലില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. അതിലെന്ത് കിടക്കുന്നു? അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അത് നോക്കിയിട്ട് ഞാൻ ലീഗുകാർക്കേ കൊടുക്കുള്ളൂ, ഞാൻ കോൺഗ്രസ്സുകാർക്കേ കൊടുക്കുള്ളൂ. കൊടുക്കണേ അങ്ങനെ കൊടുത്തോ. കോൺഗ്രസ്സുകാർക്ക് നിന്റെ ആളെ കൊടുത്ത എന്താ ഒരു MLA ആക്കും? അല്ലെങ്കിൽ നീ MLA ആക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്താ ഇങ്ങനെ ഒരു മോശപ്പെട്ട ചിന്തകളൊക്കെ കുറെ ആൾക്കാർക്കുണ്ട്. അപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ കഥകളാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ അനുഭവം ഉണ്ടാവും. സുന്നിയാണ്, മുജാഹിദാണ്, ജമാഅത്താണ്, ഖാദിയാനി എന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ കല്യാണമൊക്കെ കുറെ ആൾക്കാർ മുടങ്ങി ഞാൻ കേട്ടിട്ടുണ്ട്. CPM ആണ്, കോൺഗ്രസ് ആണ്, ലീഗാണ്, BJP ആണ്, RSS ആണെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം മുടങ്ങുന്നത് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെയുണ്ടല്ലോ. ഇപ്പോ തലയിൽ വെളിവില്ലല്ലേ ആർക്കും? വിനാശകാലയെ വിപരീത ബുദ്ധി അല്ല എന്താ പറയണേ?